മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ. എന്താണ് മാഗ്നറ്റിക് മൊമെൻറ്റ്? അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഒരു സർക്കുലർ കറണ്ട് ലൂപ്പുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്? ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് ഓർത്തെടുക്കാം. നമ്മുടെ കയ്യിൽ ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് ഉണ്ടെങ്കിൽ അത് ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കി നിങ്ങൾക്ക് ആ ലൂപ്പിൻ്റെ കറണ്ട് ക്യാരിയിങ് ലൂപ്പിൻ്റെ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്ന കറണ്ട് ക്യാരിയിങ് ലൂപ്പിൻ്റെ സൗത്ത് പോൾ ഏതാണ്, നോർത്ത് പോൾ ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ലൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, സർക്കുലർ ലൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ ഭാഗം സൗത്ത് പോളും അതിന് നേരെ എതിർവശത്തുള്ള ഭാഗം നോർത്ത് പോളുമായിരിക്കും. നമ്മൾ നോക്കുന്ന ഭാഗത്ത് കറണ്ട് പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ആ ഭാഗം, നമ്മൾ കാണുന്ന ഭാഗം നോർത്ത് പോളും നേരെ എതിർവശത്തുള്ള ഭാഗം സൗത്ത് പോളുമായിട്ട് ആക്ട് ചെയ്യും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് നമുക്കൊരു മാഗ്നറ്റായി കണക്കാക്കാം. ആ മാഗ്നറ്റിന് രണ്ട് പോളുകളുണ്ട്, സൗത്ത് പോളുണ്ട്, നോർത്ത് പോളുണ്ട്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ അതൊരു മാഗ്നറ്റിക് ഡൈപോളും കൂടിയാണ്. ആ ഡൈപോളുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് സ്മോൾ ലെറ്റർ എം ആയിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. ഐ എന്ന് പറയുന്ന കറണ്ടാണ് ആ സർക്കുലർ ലൂപ്പിൽ കൂടി പോകുന്നതെങ്കിൽ ആ സർക്കുലർ ലൂപ്പിൻ്റെ ഏരിയ ക്യാപിറ്റൽ എ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എം ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ ആണ്. എൻ ടേൺസ് ഉണ്ടെങ്കിൽ ഐ ഇൻറ്റു എ ഇൻറ്റു എൻ വരും. ചുരുക്കി പറയുകയാണെങ്കിൽ എം ഇസ് ഈക്വൽ ടു എൻ ഐ എ വരും. അതിൻ്റെ യൂണിറ്റ് ഐ എ ആണ് അതിൻ്റെ ഇക്വേഷൻ. എം ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ ആണ് ഇക്വേഷൻ. അതിൻ്റെ യൂണിറ്റ് ആംപെയർ മീറ്റർ സ്ക്വയർ ആണ്. ഡയറക്ഷൻ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കാണ്. അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ 4 വിരലുകൾ എടുക്കുക, 4 വിരലുകൾ കേൾ ചെയ്യുക, തമ്പ് നിൽക്കുന്ന ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഇവിടുത്തെ ഹെഡിങ് ഇതാണ്, നോക്കൂ. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്, ഞാൻ അതിന് ചുരുക്കി എം എന്ന് എഴുതിയിട്ടുള്ളൂ. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ. നമ്മുടെ റൂദർഫോർഡിൻ്റെയും ബോർസൺ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെയൊക്കെ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും റൂദർഫോർഡിൻ്റെയും അതുപോലെ തന്നെ ബോറിൻ്റെയും, റൂദർഫോർഡ് കൃത്യമായിട്ട് ആ ഓർബിറ്റൽസിനെ ഡിഫൈൻ ചെയ്തില്ലെങ്കിലും പറഞ്ഞിരുന്നു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസുകൾ റിവോൾവ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മുടെ ബോറിൻ്റെ തിയറി അനുസരിച്ച്, ബോറിൻ്റെ ആറ്റം തിയറി അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. ആ ഒരു തിയറി അനുസരിച്ച് ഞാനൊരു ന്യൂക്ലിയസ് വരച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസ് വരച്ചിട്ടുണ്ട്. ഒരു റെഡ് കളറിൽ ആ ന്യൂക്ലിയസ് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റും നമ്മുടെ ബോർ മോഡൽ, ആറ്റം മോഡൽ അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഓർബിറ്റ് എടുക്കാം. ആദ്യത്തെ ഓർബിറ്റിൽ തന്നെയാണ് വിചാരിക്കുക. അതിൽ ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ആയിട്ട് റിവോൾവ് ചെയ്യുന്നുണ്ട്. ആ ഓർബിറ്റലിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ ആർ. ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ് ക്യാപിറ്റൽ എൻ. ന്യൂക്ലിയസ് റെഡ് കളറിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂക്ലിയസിലുള്ള എത്ര പ്രോട്ടോൺസിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇസഡ് വെച്ചിട്ടാണ്. അങ്ങനെയെങ്കിൽ എത്രത്തോളം ചാർജ് ആ ന്യൂക്ലിയസിന് ഉണ്ടായിരിക്കും? ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമായിരിക്കും ഉണ്ടാവുക. പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജും ന്യൂട്രോണുകൾക്ക് പ്രത്യേകിച്ച് ചാർജൊന്നും തന്നെയില്ല. ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ ചാർജ് വരിക ടോട്ടൽ ചാർജ് ഓഫ് പ്രോട്ടോൺസ് ആണ്. ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് പ്ലസ് ഇ ആണ്. അങ്ങനെയെങ്കിൽ ഇസഡ് പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ, ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. ഇസഡ് പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ എത്രത്തോളം ചാർജ് ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും? ഇസഡ് ഇ ചാർജ് ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ആ ഇസഡ് ഇ പോസിറ്റീവ് ചാർജിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണ്, മൈനസ് ഇ ആണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. നമ്മൾ ആറ്റവുമായിട്ട് ഓർബിറ്റലാണ് എടുത്തിരിക്കുന്നത്. ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ആയിട്ട് റിവോൾവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ശരിക്കും എന്താണ് കറണ്ട്? ചാർജുകളുടെ ഫ്ലോ ആണ് കറണ്ട്. ഇവിടെ ചാർജുകൾ ഫ്ലോ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഒരു സർക്കുലർ പാത്തിൽ ആ ഇലക്ട്രോൺ, അതായത് ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ആ ഇലക്ട്രോണുകളുടെ ഫ്ലോ കാരണം വേണമെങ്കിൽ ഒരു കറൻറ്റ് അവിടെ ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ ആ ഓർബിറ്റലിൽ കൂടി, കൃത്യമായിട്ടുള്ള ഓർബിറ്റലിൽ കൂടി, ബോർസ് തിയറി അനുസരിച്ച് ഓരോ ഇലക്ട്രോണിനും സ്പെസിഫിക് ഓർബിറ്റ്സ് ഉണ്ട്. ഇവിടെ നമ്മളൊരു ഓർബിറ്റ് എടുത്തിരിക്കുന്നു. ആ ഓർബിറ്റിൽ കൂടി കൃത്യമായി ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചാർജുകൾ മൂവ് ചെയ്യുന്നു. ചാർജുകൾ കാരണം ഒരു കറൻറ്റ് ഉണ്ടാകാം. ആ ഓർബിറ്റലിൽ കൂടി പോകുന്ന കറൻറ്റ് വേണമെങ്കിൽ നമുക്കൊരു കറൻറ്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ഈ ഓർബിറ്റിനെ, ആ ഓർബിറ്റലിൽ കൂടി കൃത്യമായിട്ട് ആ ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നതുകൊണ്ട്, ചാർജുകൾ റിവോൾവ് ചെയ്യുന്നതുകൊണ്ട് ആ ഓർബിറ്റലിനെ വേണമെങ്കിൽ നമുക്ക് കറൻറ്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് ആയി കൺസിഡർ ചെയ്യാം. ഓരോ ഓർബിറ്റലുകളും അവരുടേതായ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. എനിക്കതൊരു ഹൈപ്പോത്തസിസ് ആണ്, ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റാണ്. ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് ഓരോ ഓർബിറ്റൽസും നമുക്ക് വേണമെങ്കിൽ കറൻറ്റ് ഉണ്ടാകുന്നുണ്ട് അവിടെ. ഓരോ ഓർബിറ്റൽസിനെയും നമുക്ക് ഒരു കറൻറ്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് ആയി കൺസിഡർ ചെയ്യാം. കറൻറ്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് എന്താണെന്ന് പറഞ്ഞു? മാഗ്നറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അതുമായി അസോസിയേറ്റ് ചെയ്ത് എന്തുണ്ടായിരിക്കും? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതുതന്നെയാണ് നമ്മുടെ ഹെഡിങ്, അതുതന്നെയാണ് നമ്മുടെ ടോപ്പിക്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ. ഈ ഒരു ഫിഗർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്, റെഡ് കളറിലുള്ളതാണ് ന്യൂക്ലിയസ്. അതിൻ്റെ ചാർജ് ഇസഡ് ആണ്. ആർ എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ഒരു ഓർബിറ്റലിൽ കൂടി ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ആയിട്ട് റിവോൾവ് ചെയ്യുന്നു. ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഒരു കറൻറ്റ് അവിടെ ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ ഈ ഓർബിറ്റലിനെ, ഈ ബ്ലൂ കളറിലുള്ള ഈ ഓർബിറ്റലിനെ നമുക്ക് വേണമെങ്കിൽ ഒരു കറൻറ്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പായിട്ട് ആക്ട് ചെയ്യാം. അതൊരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. കറൻറ്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. നോർത്ത് പോൾ ഉണ്ടായിരിക്കും, സൗത്ത് പോൾ ഉണ്ടായിരിക്കും. അതിനൊരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് ഇതൊരു സർക്കുലർ മോഷനാണ്. ഇലക്ട്രോൺ ഒരു സർക്കുലർ മോഷനാണ് അറ്റൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ആംഗുലർ മൊമെൻറ്റം ഉണ്ടായിരിക്കും. ഒരു ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റത്തിനെ ഞാൻ എൽ എന്നാണ് വിളിക്കുന്നത്, സ്മോൾ ലെറ്റർ എൽ എന്നാണ് വിളിക്കുന്നത്. സ്മോൾ ലെറ്റർ എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റേഡിയസ് വെക്റ്ററാണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിൻ്റെ ലീനിയർ മൊമെൻറ്റമാണ്. ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. നിങ്ങൾക്ക് ആർ ക്രോസ് പിയെ ആർ പി സൈൻ തീറ്റ എന്ന് വിളിക്കാം. ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആർ പി സൈൻ തീറ്റ. എൽ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു പിക്ക് പകരം ഞാൻ എം ഇൻറ്റു വി എഴുതി, ആർ എം വി സൈൻ തീറ്റ. അതിൽ എം എന്ന് പറയുന്നത് ആരുടെ മാസാണ്? ഇലക്ട്രോണിൻ്റെ മാസാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എം ഇ ഇൻറ്റു വി ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതാം. ഇതിൽ തീറ്റ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? റേഡിയസും അതുപോലെ തന്നെ വെലോസിറ്റി, അതല്ലെങ്കിൽ റേഡിയസും മൊമെൻറ്റവും തമ്മിലുള്ള ആംഗിളാണ്. ഇവിടെ റേഡിയസ് വെക്റ്റർ എപ്പോഴും ഈ ഒരു ഡയറക്ഷനിലും ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇലക്ട്രോൺ തിരിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിലെ വെലോസിറ്റി ആ പോയിന്റിന് ടാൻജൻഷ്യലായിട്ടായിരിക്കും പോവുക. ഇനി ഇവിടെയാണ് നമ്മൾ ഇലക്ട്രോൺ എടുക്കുന്നതെങ്കിൽ ആ പൊസിഷന് ടാൻജൻഷ്യലായിട്ടായിരിക്കും വെലോസിറ്റി പോവുക. ഇതാ ഇവിടെയാണ് നമ്മളൊരു പോയിന്റ് എടുക്കുന്നതെങ്കിൽ ഈ പോയിന്റിന് ടാൻജൻഷ്യലായിട്ടായിരിക്കും വെലോസിറ്റി പോവുക. ഇവിടെയാണ് നമ്മളൊരു പോയിന്റ് എടുക്കുന്നതെങ്കിൽ ഈ പോയിന്റിന് ടാൻജൻഷ്യലായിട്ടാണ് വെലോസിറ്റി പോവുക. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആറും വെലോസിറ്റി വെക്റ്ററും എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്. വെലോസിറ്റിയുടെ അതേ ഡയറക്ഷൻ തന്നെയാണ് ലീനിയർ മൊമെൻറ്റത്തിനും. കാരണം ലീനിയർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ തന്നെയായിരിക്കും ലീനിയർ മൊമെൻറ്റത്തിനും. വെലോസിറ്റിയും ആറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ലീനിയർ മൊമെൻറ്റവും ആറും എന്ത് തന്നെയായിരിക്കും? പെർപെൻഡിക്കുലർ തന്നെയായിരിക്കും. ആർ ക്രോസ് പിയിൽ തീറ്റ എത്ര വരും? 90 വരും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? എൽ ഇസ് ഈക്വൽ ടു ആർ എം ഇ വി സൈൻ തീറ്റയിൽ തീറ്റ 90 ആയി. അങ്ങനെയെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു എം ഇ വി ആർ എന്ന് എഴുതാം. അതിൽ എം ഇ എന്ന് പറയുന്നത് മാസ് ഓഫ് ഇൻ ഇലക്ട്രോൺ ആണ്. വി എന്ന് പറയുന്നത് അതിൻ്റെ ലീനിയർ വെലോസിറ്റിയാണ്. ആർ എന്ന് പറയുന്നത് ഇവിടെയുള്ള റേഡിയസുമാണ്. ഇവിടെ തീറ്റ അവിടെ 90 ഡിഗ്രി ആയതുകൊണ്ടാണ് എൽ ഇസ് ഈക്വൽ ടു എം ഇ വി ആർ എന്ന് എഴുതിയിരിക്കുന്നത്. ബ്രാക്കറ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി നമുക്കറിയാവുന്നത് വെച്ചിട്ട് നേരത്തെ പറഞ്ഞു നമ്മൾ ആ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് കൊണ്ട് ഒരു കറൻറ്റ് അവിടെ ഉണ്ടാകുന്നു.
കറണ്ടിനുള്ള എക്സ്പ്രഷൻ കണ്ടെത്തണം. നോക്കാം നമുക്ക്. കറണ്ട് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. നമ്മുടെ ജനറൽ ഇക്വേഷൻ അനുസരിച്ച് കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം ആണ്. ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഫുൾ സർക്കുലർ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കിട്ടുന്നത്. ഒരു ചാർജ് അല്ലെങ്കിൽ അവിടെയുള്ള ഇലക്ട്രോൺ ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യവും അത് ഓരോ റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ലഭിക്കുന്നു. കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം. ഇവിടെ ഇലക്ട്രോൺ കാരണമാണ് കറണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചാർജിന് പകരം ഇ എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് ഇലക്ട്രോണിൻ്റെ ചാർജ് ഡിവൈഡ് ബൈ ടൈം. എപ്പോഴാണ് കറണ്ട് നമുക്ക് ലഭിക്കുന്നത്? ഓരോ പ്രാവശ്യവും ആ ഇലക്ട്രോൺ അതിൻ്റെ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. ഒരു പ്രാവശ്യം ഒരു ഇലക്ട്രോണിന് അതിൻ്റെ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയം അതിൻ്റെ ടൈം പീരീഡാണ്. അതുകൊണ്ട് സ്മോൾ ലെറ്റർ ടിക്ക് പറഞ്ഞ് ഞാൻ എന്ത് കൊടുത്തിരിക്കുന്നു? ക്യാപിറ്റൽ ടി കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ടി ആൻഡ് ദാറ്റ് ഇസ് ഒരു ഇക്വേഷൻ 1. ഇനി ടൈം പീരീഡിന് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ഇക്വേഷൻ കണ്ടെത്താം. നോക്കുക, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി ബൈ ടി ആണ്, അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഇസ് ഈക്വൽ ടു ഡി ബൈ വി. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ ഒരു പ്രാവശ്യം ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഡിസ്റ്റൻസ് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു, എത്രത്തോളം ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യും, അതിൻ്റെ സർക്കിംഫറൻസ്, ആ ഓർബിറ്റലിൻ്റെ സർക്കിംഫറൻസ് ആയിരിക്കും ഒരു പ്രാവശ്യം ഒരു ഇലക്ട്രോൺ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഡിക്ക് പകരം വേണമെങ്കിൽ എനിക്ക് എന്ത് കൊടുക്കാം? 2πr കൊടുക്കാം. ഇനി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയാണ്, അത് വി അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ആൻഡ് ദാറ്റ് ഇസ് യുവർ ടൈം പീരീഡ്, ക്യാപിറ്റൽ ടി. സോ ടി ഈസ് ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ വി. ഇക്വേഷൻ 2. ഇതെങ്ങനെ വന്നു എന്നാണ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി ബൈ ടി ആണ്, അതുകൊണ്ട് ടി ഈസ് ഈക്വൽ ടു ഡി ബൈ വി. ഒരു ഫുൾ റൊട്ടേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ ടിക്ക് പറയുന്നത് കൊടുക്കാം. ഒരു ഫുൾ റൊട്ടേഷന് എടുക്കുന്ന സമയം, ടൈം പീരീഡ്. ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഡിസ്റ്റൻസ് കവർ ചെയ്യും, അതാണ് സ്മോൾ ലെറ്റർ ഡി. ദാറ്റ് ഈസ് 2πr ഡിവൈഡഡ് ബൈ വെലോസിറ്റി. വെലോസിറ്റി അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്, ഇക്വേഷൻ 2. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ടി എന്ന് പറയുന്നത് ഇക്വേഷൻ 1ഉം ടി ഈക്വൽ ടു 2πr ഡിവൈഡ് ബൈ വി എന്ന് പറയുന്നത് ഇക്വേഷൻ 2ഉം. ഇനി ഈ ഐയിൽ ഒരു ഡിനോമിനേറ്ററിൽ ക്യാപിറ്റൽ ഇ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ടിക്ക് പകരം ഇക്വേഷൻ 2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തുവരും? ഐ ഈസ് ഈക്വൽ ടു ഇ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ക്യാപിറ്റൽ ടിയുടെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു വി ഡിവൈഡഡ് ബൈ 2πr. അതായത് ഇ വി ഡിവൈഡഡ് ബൈ 2πr. ഇതാണ് കറൻറ്റിനുള്ള ഇക്വേഷൻ. ഐ ഈസ് ഈക്വൽ ടു ഇ വി ഡിവൈഡ് ബൈ 2πr ആൻഡ് ദാറ്റ് ഇസ് അവർ ഇക്വേഷൻ 3. ഇനി മ്യൂ എൽ. ശരിക്കും എന്താണ് മ്യൂ എൽ? ആദ്യമായി കാണുന്നതായിരിക്കും മ്യൂ എൽ. അതാണ് ഒരു റിവോൾവിംഗ് ഇലക്ട്രോണുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് മൊമെൻറ്റ്. അതായത് സാധാരണ നമ്മൾ എം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാറ്, അല്ലേ? ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിനെ നമ്മൾ എം എന്ന് പറഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഇവിടെ ഇലക്ട്രോൺ ആയതുകൊണ്ട്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസ് ആയതുകൊണ്ട് നമുക്കതിനെ മ്യൂ എന്ന് വിളിക്കാം, മ്യൂ സഫിക്സ് എൽ എന്ന് വിളിക്കാം. ഇവിടെ എൽ എന്ന് പറയാൻ കാരണം ഇലക്ട്രോൺ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ആ ഇലക്ട്രോൺ സ്വന്തം ആക്സിസിൽ കൂടി സ്പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് ആ റെവല്യൂഷനാണ്. ശരിക്കും എർത്ത് സണ്ണിന് ചുറ്റും റിവോൾവും ചെയ്യുന്നുണ്ട്, എർത്ത് സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അവിടെയുള്ള ഇലക്ട്രോൺ ആ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവും ചെയ്യുന്നുണ്ട്, അതേസമയം തന്നെ സ്പിന്നും ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിൻ്റെ സ്പിന്നാണ് വിളിക്കുക, സ്പിന്നും ചെയ്യുന്നുണ്ട്. ഈ മൊമെൻറ്റം, ഈ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ത് കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റാണ്? അതിൻ്റെ ആ റെവല്യൂഷൻ കാരണമുണ്ടാകുന്ന ആംഗുലർ മൊമെൻറ്റമാണ്. അതായത് ഒരു എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് ബി. ശരിക്കും എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഉണ്ടാകുന്ന ആംഗുലർ മൊമെൻറ്റമാണ്, റൊട്ടേഷൻ കാരണമുണ്ടാകുന്ന ആംഗുലർ മൊമെൻറ്റമാണ്. ഓക്കെ, ആ ആംഗുലർ മൊമെൻറ്റം കാരണം തന്നെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റാണ് മ്യൂ എൽ. ഒന്നുകൂടി പറഞ്ഞു തരാം, ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ ഒരു സാധ്യതയുണ്ട്, നോക്കാം. മ്യൂ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. മ്യൂ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൊട്ടേഷൻ കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അതായത് അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. ഇത്രയും സ്പെസിഫിക് ആയിട്ട് ഇവിടെ എടുത്തു പറയാൻ കാരണം
മ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു റൊട്ടേഷൻ കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ സ്പിൻ മോഷൻ കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റിനെ കുറിച്ചും പഠിക്കും. ടോട്ടൽ മൊമെൻ്റ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതായിരിക്കും. അതുകൊണ്ടാണ് മ്യൂ എന്ന് മാത്രം എഴുതാതെ മ്യൂ എൽ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അവസാനമായി ഒരു പ്രാവശ്യം കൂടി പറയാൻ നമുക്ക് കൺഫ്യൂഷൻ ഇട വരുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. മ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. മ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൊട്ടേഷൻ കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അതായത് ഇതിൻ്റെ ആംഗുലർ മൊമെൻറ്റം കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് മ്യൂവൽ. ഇക്വേഷൻ സെയിം തന്നെ, I ഇൻറ്റു എ. മ്യൂവൽ ഇസ് ഈക്വൽ ടു I ഇൻറ്റു എ. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EV ഡിവൈഡ് ബൈ 2πr. ഇക്വേഷൻ 3യിലുണ്ട് I ഇസ് ഈക്വൽ ടു EV ഡിവൈഡ് ബൈ 2πr ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓർബിറ്റൽ മോഷൻ്റെ ശരിക്കും ഒരു സർക്കിളാണ് അല്ലേ, ആ ഒരു സർക്കുലർ മോഷൻ്റെ ഏരിയ ആണ്. മോഷനല്ല, ആ സർക്കിളിൻ്റെ ഏരിയ ആണ്. അതൊരു കറൻറ്റ് ക്യാരിയിങ് ലൂപ്പായിട്ട്, സർക്കുലർ ലൂപ്പായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് റേഡിയസ് ഉണ്ട്. സ്മോൾ ലെറ്റർ r ആണ് അതിൻ്റെ റേഡിയസ്. ആ റേഡിയസുമായി ബന്ധപ്പെട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പൈ ഇൻറ്റു ആർ സ്ക്വയർ കിട്ടും. ഐക്ക് പകരം EV ബൈ 2πr കൊടുത്തിരിക്കുന്നു, എക്ക് പകരം πr സ്ക്വയറും കൊടുത്തിരിക്കുന്നു. ഓക്കെ, എന്ത് സംഭവിക്കും? അവിടെ പൈ ക്യാൻസൽ ചെയ്തു പോകും, ഒരു ആറും അവിടെ ക്യാൻസൽ ചെയ്തു പോകും. ഡിനോമിനേറ്ററിൽ 2 മാത്രമേ അവശേഷിക്കുകയുള്ളൂ. ന്യൂമറേറ്ററിൽ EVR വരും. സോ മ്യൂവൽ ഇസ് ഈക്വൽ ടു EVR ഡിവൈഡ് ബൈ 2. ഇതാണ് ഇക്വേഷൻ 4. ഞാൻ നേരത്തെ 2-3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. മ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആംഗുലർ മൊമെൻറ്റം കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അതായത് അതിൻ്റെ റൊട്ടേഷൻ കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. സ്പിൻ മോഷൻ കാരണം മറ്റൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാകും, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, സോ മ്യൂവൽ ഇസ് ഈക്വൽ ടു EVR ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. ഇനി ഇവിടെ നമുക്ക് EVR ബൈ 2വിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മ്യൂവൽ എന്ന് പറയുന്ന മാഗ്നറ്റിക് മൊമെൻറ്റിനെ ഈ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ എഴുതാനായി സാധിക്കും. നോക്കാം നമുക്ക് എങ്ങനെയാണ് നമുക്കതിന് സാധിക്കുക എന്ന്. ഇക്വേഷൻ 4, ഇതാണ് ഇക്വേഷൻ 4, EVR ബൈ 2. അതിനെ മാസ് ഓഫ് ദി ഇലക്ട്രോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേസമയം തന്നെ ആ ഇക്വേഷനെ മാസ് ഓഫ് ദി ഇലക്ട്രോൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മാത്തമാറ്റിക്കലി യാതൊരു പ്രശ്നവുമില്ല. നോക്കാം, മ്യൂവൽ ഇസ് ഈക്വൽ ടു EVR. ഞാനൊരു മാസ് ഓഫ് ദി ഇലക്ട്രോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ME EVR ഡിവൈഡ് ബൈ അതേ മാസ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, 2ME. ഓക്കെ, ME EVR ഡിവൈഡ് ബൈ 2ME. ഇതിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. നോക്കുക, L ഇസ് ഈക്വൽ ടു എന്താണ്? MEVR. സോ ഇവിടെ ME കിടക്കുന്നുണ്ട്, V കിടക്കുന്നുണ്ട്, R കിടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ MEVRന് പകരം നമുക്ക് എന്ത് എഴുതാം? L എഴുതാൻ പറ്റും. ബാക്കി ന്യൂമറേറ്ററിൽ അവശേഷിക്കുന്ന ആര് മാത്രമാണ്? E മാത്രമാണ്. സോ E ഇൻറ്റു L whole divided by 2ME. That is മ്യൂവൽ is equal to E by 2ME into L. ആ ഇക്വേഷൻ ഞാൻ താഴേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. മ്യൂവൽ is equal to E by 2ME into L. ഇനി ഇവിടെയുള്ള ഈ മാഗ്നറ്റിക് മൊമെൻറ്റ്, ആംഗുലർ മൊമെൻറ്റം കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് ആരുമായി പ്രപ്പോർഷണലാണ്? ആംഗുലർ മൊമെൻറ്റവുമായി പ്രപ്പോർഷണലാണ്. രണ്ടുപേരും വെക്ടേഴ്സാണ്. അതായത് മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്ടറാണ്, ആംഗുലർ മൊമെൻറ്റവും വെക്ടറാണ്. E by 2ME സ്കേലാറാണ്. നമ്മൾ ഈ ഒരു ഇക്വേഷനെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂവെങ്കിൽ ഈ ഇക്വേഷൻ കറക്റ്റാണ്. മ്യൂവൽ ഇസ് ഈക്വൽ ടു E by 2ME ഇൻറ്റു L. ഇനി നമ്മൾ ഈ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെയും ഈ ഒരു ആംഗുലർ മൊമെൻറ്റത്തിൻ്റെയും ഡയറക്ഷൻ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഇവിടെ നിങ്ങൾ എന്തിട്ട് കൊടുക്കേണ്ടി വരും? ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. മുകളിൽ നിങ്ങൾക്ക് വെക്ടർ നൊട്ടേഷൻ ഒന്നും കാണാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ വെക്ടർ ഫോമിൽ ഈ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കേണ്ടി വരും. വെക്ടർ ഫോമിൽ നിങ്ങൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. മ്യൂവൽ വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് E ഡിവൈഡ് ബൈ 2ME ഇൻറ്റു L വെക്ടർ. നെഗറ്റീവ് സൈൻ അവിടെ വരാൻ കാരണം ഇവിടെയുള്ള മ്യൂവൽ ആ മാഗ്നറ്റിക് മൊമെൻറ്റും ആംഗുലർ മൊമെൻറ്റം കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റും ആംഗുലർ മൊമെൻറ്റവും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ്. താഴെ കൊടുത്തിട്ടുണ്ട് സിൻസ് ദ ഡയറക്ഷൻ ഓഫ് മ്യൂവൽ ഈസ് ഓപ്പോസിറ്റ് ടു L. മ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റവുമാണ്. ഇനി നമുക്ക് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക. ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റുലേറ്റ് അനുസരിച്ച്, ബോറിൻ്റെ പോസ്റ്റുലേറ്റ് അനുസരിച്ച് അത് ക്വാണ്ടൈസ്ഡ് ആണ്. അതായത് എല്ലിന് നമുക്ക് വേണമെങ്കിൽ NH ഡിവൈഡഡ് ബൈ
2π എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യണം. അതാണ് നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. തൽക്കാലത്തേക്ക് ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. മ്യൂ എൽ ഇസ് ഈക്വൽ ടു -c ഡിവൈഡ് ബൈ 2me ഇൻറ്റു എൽ. അതിൽ മ്യൂ എൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്, എൽ എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റവുമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു റിവോൾവിംഗ് ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിച്ചു. ശ്രദ്ധിക്കണം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്ത് പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ആംഗുലർ മൊമെൻറ്റവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റെവല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാഗ്നറ്റിക് മൊമെൻ്റാണ് നമുക്ക് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് നമ്മളതിന് മ്യൂ എൽ എന്ന് കൊടുത്തിരിക്കുന്നത്. മ്യൂ എൽ ഇസ് ഈക്വൽ ടു E/2me ഇൻറ്റു എൽ. അതിൽ മ്യൂ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻറ്റമാണ്, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ മൊമെൻ്റ് ആണ്, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ, ME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദി ഇലക്ട്രോൺ. ഇനി നിങ്ങളതിനെ വെക്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ മ്യൂ എൽ വെക്റ്റർ ഇസ് ഈക്വൽ ടു -e ഡിവൈഡ് ബൈ 2me ഇൻറ്റു എൽ വെക്റ്റർ. അതിന് കാരണം ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും ഇവിടെയുള്ള ഈ മാഗ്നറ്റിക് മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. ഇനി നമ്മുടെ ബോറിൻ്റെ പോസ്റ്റുലേറ്റ് അനുസരിച്ച്, അതായത് റുദർഫോർഡിന് ഒരു ആറ്റം മോഡലുണ്ട്, ഒരു പ്ലാനറ്ററി മോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആറ്റം മോഡലുണ്ട്. അതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അതൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമുക്ക് ബോറിൻ്റെ ആറ്റം മോഡൽ പഠിക്കാനുള്ളത്. അതിൽ ബോറിൻ്റെ കുറച്ച് പോസ്റ്റുലേറ്റ്സിൽ 3 പോസ്റ്റുലേറ്റ്സിൽ നമ്മൾ കൃത്യമായൊരു കാര്യം പറയുന്നുണ്ട്. ആംഗുലർ മൊമെൻറ്റം ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. അതായത് ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു NH ഡിവൈഡഡ് ബൈ 2π. അതിൽ എൽ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആംഗുലർ മൊമെൻറ്റമാണ്, ഇലക്ട്രോണുകളുടെ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട ആംഗുലർ മൊമെൻറ്റമാണ്. എൽ ഇസ് ഈക്വൽ ടു N. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓർബിറ്റ് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് 2π, അതൊരു നമ്പറാണ്, 2 നമ്പറാണ്, π 3.14 ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇതിൽ ഈ ഇക്വേഷനാണ് നമ്മൾ എടുക്കുന്നത്, വെക്ടർ ഇക്വേഷൻ അല്ല, തൊട്ട് മുമ്പുള്ള ഇക്വേഷനാണ് എടുക്കുന്നത്. എല്ലിന് പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? NH/2π കൊടുക്കാം. അതായത് മ്യൂ എൽ ഇസ് ഈക്വൽ ടു E/2me ഇൻറ്റു NH ഡിവൈഡഡ് ബൈ 2π. അതിൽ നോക്കുക, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ, കോൺസ്റ്റൻ്റാ. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, അതും കോൺസ്റ്റൻ്റ് ആണ്. 2 കോൺസ്റ്റൻ്റ് ആണ്. ME മാസ് ഓഫ് ദി ഇലക്ട്രോൺ, അതും കോൺസ്റ്റൻ്റ് ആണ്. 2π ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ മാറുന്നത് N മാത്രമേ ഉള്ളൂ. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓർബിറ്റ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ N-നെ ഞാൻ മാറ്റി നിർത്തി ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നു. മ്യൂ എൽ ഇസ് ഈക്വൽ ടു N ഇൻറ്റു EH ഡിവൈഡ് ബൈ 4πme. ഇനി ഇവിടെ ഈ ഒരു ഇക്വേഷൻ നോക്കുക. ഇതിൽ മ്യൂ എൽ മിനിമം, അതായത് മ്യൂ എൽ എന്ന് പറയുന്ന മാഗ്നറ്റിക് മൊമെൻറ്റിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് N-ന് 1 കൊടുക്കുമ്പോഴാണ്. N-ന് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ വാല്യൂ 1 ആണ്. N-ന് നിങ്ങൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മ്യൂ എൽ ഏറ്റവും മിനിമം ആയിരിക്കും. അതുകൊണ്ട് N-ന് നിങ്ങൾ 1 കൊടുത്തു കഴിഞ്ഞാൽ മ്യൂ എൽ മിനിമം ഈസ് ഈക്വൽ ടു EH/4πme. ഇതിൽ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 ഇൻറ്റു 10⁻⁻19 കൂളമാണ്. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റാ, 6.63 ഇൻറ്റു 10⁻34 ജൂൾ സെക്കൻഡാ. 4 നമ്പറാണ്. പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3.14 ആണ്. മാസ് ഓഫ് ദി ഇലക്ട്രോൺ എത്രയാണ്? 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. അതായത് മ്യൂ എൽ മിനിമത്തിന് നമുക്ക് കിട്ടുന്ന ഇക്വേഷനിൽ എല്ലാവരും കോൺസ്റ്റൻറ്റുകളാണ്. എല്ലാ കോൺസ്റ്റൻസിനും അതിൻ്റേതായ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആൻസർ ഈസ് 9.27 ഇൻറ്റു 10⁻24. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപെയർ മീറ്റർ സ്ക്വയർ. 9.27 ഇൻറ്റു 10⁻24 ആംപെയർ മീറ്റർ സ്ക്വയർ. ഈ ഏറ്റവും മിനിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ബോർ മാഗ്നറ്റോൺ. അതായത് ഒരു റിവോൾവിംഗ് ഇലക്ട്രോണിന് അതിൻ്റെ റൊട്ടേഷൻ കാരണം അല്ലെങ്കിൽ അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം കാരണം കിട്ടുന്ന മാഗ്നറ്റിക് മൊമെൻറ്റിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മിനിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ബോർ മാഗ്നറ്റോൺ. ഇക്വേഷൻ ഇതാണ്, മ്യൂ എൽ മിനിമം. ബോർ മാഗ്നറ്റോണിന് ഒരു റെപ്രസെൻറ്റേഷൻ കൂടിയുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് വേറൊരു റെപ്രസെൻറ്റേഷനുണ്ട്, മ്യൂ ബി. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർ എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ മ്യൂ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു മാഗ്നറ്റിക് മൊമെൻറ്റിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം വാല്യൂ. എന്ത് കാരണം? അതിൻ്റെ റെവല്യൂഷൻ കാരണം അല്ലെങ്കിൽ അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം കാരണം. മ്യൂ എൽ മിനിമം റെപ്രസെൻറ്റഡ് ബൈ മ്യൂ ബി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഈസ് EH ഡിവൈഡ് ബൈ 4πme ആൻഡ് ദ വാല്യൂ ഈസ് 9.27 ഇൻറ്റു 10⁻24 ആംപെയർ മീറ്റർ സ്ക്വയർ.
ഇതിൽ ഈ വാല്യൂവിനെയോ അതല്ലെങ്കിൽ ഇക്വേഷനെയോ അതും അല്ലെങ്കിൽ മ്യൂവൽ മിനിമത്തിനെയോ വിളിക്കുന്ന പേരാണ് ബോർ മാഗ്നറ്റോൺ. ബോർ മാഗ്നറ്റിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് EH/4πme എഴുതാം. വാല്യൂ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 9.27 × 10⁻24 ആംപെയർ മീറ്റർ സ്ക്വയറും എഴുതാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിന് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യാൻ പറ്റും. അത് കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റാണ് മ്യൂവൽ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് മ്യൂ സഫിക്സ് എൽ എന്ന് എഴുതിയത്. റൊട്ടേഷൻ കാരണം, അതായത് ആ ഒരു ന്യൂക്ലിയസിന് ചുറ്റുമുള്ള റെവല്യൂഷൻ കാരണം ആ ഇലക്ട്രോണിന് ആംഗുലർ മൊമെൻറ്റം ഉണ്ടാകും. ആംഗുലർ മൊമെൻറ്റത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു ലെറ്ററാണ് എൽ. ആംഗുലർ മൊമെൻറ്റം കാരണം, അതും അല്ലെങ്കിൽ അതിൻ്റെ റെവല്യൂഷൻ കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റാണ് മ്യൂവൽ. സ്പിൻ ചെയ്യുന്നുണ്ട് ഇലക്ട്രോൺ, ആ റെവല്യൂഷൻ ചെയ്യുന്നത് പോലെ തന്നെ സ്വന്തം ആക്സിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പിൻ ചെയ്യുന്നുണ്ട്. സ്പിൻ ചെയ്യുന്ന കാരണവും ആ ഇലക്ട്രോണിന് എന്തുണ്ടാകാം, മറ്റൊരു തരത്തിലുള്ള മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാകാം. ആ മാഗ്നറ്റിക് മൊമെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെയാണ്. ഒരു ഇലക്ട്രോണിന് ഒരു ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യാനും പറ്റും, അതേസമയം തന്നെ ആ ഇലക്ട്രോണിന് സ്വന്തം ആക്സിസിൽ സ്പിൻ ചെയ്യാനായിട്ടും സാധിക്കും. ആ റെവല്യൂഷൻ കാരണം, ആ ഓർബിറ്റൽ മോഷൻ കാരണം അതിന് ഒരു ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഉണ്ടാകും. സ്പിൻ മോഷൻ കാരണവും അതിന് മറ്റൊരു തരത്തിലുള്ള ആംഗുലർ മൊമെൻറ്റം ഉണ്ടാകും. ആ മൊമെൻറ്റത്തെ നമ്മൾ സ്പിൻ ആംഗുലർ മൊമെൻറ്റം എന്നാണ് വിളിക്കുക. ആ ഓർബിറ്റൽ മോഷൻ കാരണമുണ്ടാകുന്ന ആംഗുലർ മൊമെൻറ്റത്തെ നമ്മൾ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം എന്നും, സ്പിൻ മോഷൻ കാരണമുണ്ടാകുന്ന ആംഗുലർ മൊമെൻറ്റത്തെ നമ്മൾ സ്പിൻ ആംഗുലർ മൊമെൻറ്റം എന്ന് വിളിക്കും. ആദ്യത്തേത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റവും അതിനോട് അനുബന്ധിച്ച ആ മാഗ്നറ്റിക് മൊമെൻറ്റവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കിട്ടിയിരുന്നു L = m×v × r എന്നൊക്കെ നമ്മൾ ഏറ്റവും ആദ്യം എഴുതി. അതുപോലെ തന്നെ ബോറിൻ്റെ പോസ്റ്റുലേറ്റ് അനുസരിച്ച് L = nh/2π എന്ന് എഴുതി. അതിനുശേഷം മ്യൂവൽ കൃത്യമായി നമ്മളതിന് മാഗ്നറ്റിക് മൊമെൻറ്റിന്, അതായത് ഓർബിറ്റൽ മോഷൻ കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റിന് നമ്മളൊരു ഇക്വേഷനും കണ്ടെത്തിയിരുന്നു. ഇതായിരുന്നു ആ ഇക്വേഷൻ. വെക്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ -e/2me × L വെക്റ്റർ. അതായിരുന്നു, നോക്കുക അവിടെ ഓർബിറ്റൽ മോഷൻ കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. ഇനി ചെറിയൊരു കാര്യം എഴുതിയിട്ടുണ്ട്, നോക്കുക. പറഞ്ഞ കാര്യം തന്നെയാണ്. ബിസൈഡ്സ് ദ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം L വെക്റ്റർ ആൻ ഇലക്ട്രോൺ ആസ് സ്പിൻ ആംഗുലർ മൊമെൻറ്റം S വെക്റ്റർ. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തെ നമ്മൾ L വെക്റ്റർ എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ സ്പിൻ മോഷൻ കാരണമുണ്ടാകുന്ന ആംഗുലർ മൊമെൻറ്റത്തെ S വെക്റ്റർ, S എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാവുന്നതുപോലെ ക്വാണ്ടൈസേഷൻ അനുസരിച്ച്, ബോറിൻ്റെ ക്വാണ്ടൈസേഷൻ അനുസരിച്ച് L = nh/2π ആണെങ്കിൽ, അതായത് n × h/2π ആണെങ്കിൽ ഇവിടെയുള്ള S എന്ന് പറയുന്നത് √3/2 × h/2π ആണ്. ഇനി മ്യൂവൽ നേരത്തെ പഠിച്ചതുപോലെ ഓർബിറ്റൽ മോഷൻ കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂവൽ -e/2me × L ആണെങ്കിൽ, നമ്മളത് കഷ്ടപ്പെട്ട് ഡിറൈവ് ചെയ്തെടുത്തതാണ്. ഇവിടെ മ്യൂവസ് -e/me × s ആണ്. ഈ ഒരു ഇക്വേഷന് പ്രത്യേകിച്ച് ഡെറിവേഷൻസ് ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇത് എന്ത് ടൈപ്പ് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്? ഓർബിറ്റൽ മോഷൻ കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. മ്യൂവസ് എന്ന് പറയുന്നത് സ്പിൻ മോഷൻ കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. രണ്ടും നെഗറ്റീവ് തന്നെയാണ്. അതായത് ഇവിടെ സ്പിൻ കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റും ഇവിടെ ഉള്ള ആ ഒരു സ്പിൻ ആംഗുലർ മൊമെൻറ്റം എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇവിടെയും നമുക്ക് നെഗറ്റീവ് ലഭിക്കും. പക്ഷേ ഒറ്റൊരു വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ 2ൻ്റെ കുറവുണ്ടെന്നുള്ളത് മാത്രം. മ്യൂവലിൽ -e/2me × L ആണെങ്കിൽ മ്യൂവസ് -e/me × s ആണ്. ഇതാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ആംഗുലർ മൊമെൻറ്റം ഉണ്ട്. ഒന്ന് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം, ഓർബിറ്റൽ മോഷൻ കാരണമുള്ളത്. രണ്ടാമത്തേത് സ്പിൻ ആംഗുലർ മൊമെൻറ്റം, സ്പിൻ മോഷൻ കാരണമുള്ളത്. രണ്ട് ടൈപ്പ് മാഗ്നറ്റിക് മൊമെൻറ്റും ഉണ്ട് ഒരു ഇലക്ട്രോണിന്. ഒന്ന് ഈ ഓർബിറ്റൽ മോഷൻ കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂവൽ, രണ്ടാമത്തേത് സ്പിൻ മോഷൻ കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂവസ്. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എൻ റിവോൾവിംഗ് ഇലക്ട്രോൺ എന്ത് വരും?
ഈ രണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റുകളുടെയും സം ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ എൽ പ്ലസ് മ്യൂ എസ്. ഓരോന്നിനും അതിൻ്റേതായ വാല്യൂസ് കൊടുക്കുക. ഈ മൈനസ് ഇ ബൈ 2m ഇൻറ്റു എൽ വെക്റ്റർ പ്ലസ് മൈനസ് ഇ ഡിവൈഡ് ബൈ എം ഇൻറ്റു എസ് വെക്റ്റർ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈനസ് ഇ ഡിവൈഡ് ബൈ 2m പുറത്തെടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് എന്തില്ല, ഇവിടെ 2m ഇല്ല. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആരെ പുറത്തെടുക്കണം? മൈനസ് ഇ ഡിവൈഡ് ബൈ 2m പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ടേമിൽ എൽ ബാക്കി വരും, രണ്ടാമത്തെ ടേമിൽ 2s ബാക്കി വരും. കാരണം ഇവിടെ 2m ഇല്ലാത്തതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്താൽ 2 നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. സോ മ്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഡിവൈഡ് ബൈ 2m ഇൻറ്റു എൽ വെക്റ്റർ പ്ലസ് എസ് വെക്റ്റർ. അതിൽ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ ആണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ, എം ഇ മാസ് ഓഫ് എൻ ഇലക്ട്രോൺ, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ആംഗുലർ മൊമെൻറ്റമാണ്? ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റമാണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റമാണ്. രണ്ട് തരത്തിലുള്ള മാഗ്നറ്റിക് മൊമെൻറ്റും രണ്ട് തരത്തിലുള്ള ആംഗുലർ മൊമെൻറ്റവും ഒരു ഇലക്ട്രോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? മ്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡിവൈഡ് ബൈ 2m ഇൻറ്റു എൽ പ്ലസ് എസ് വെക്റ്റർ.